എ യു ടേൺ ടു ദ പാസ്റ്റ്. അവരെവിടെയോ നഷ്ടപ്പെട്ടു പോയൊരു സാധനത്തിലേക്ക് തിരിച്ചുപോയി നല്ലൊരു ലൈഫിലേക്ക്. മുന്നേ അത് ഗൾഫ് കൺട്രികൾ സാധ്യമാക്കി കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ SSLC വെച്ച് ഗൾഫ് കൺട്രികളിൽ പോയിട്ട് കാര്യമില്ല. ഒരു പ്രോപ്പർ ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പലരും തിരിച്ചു പോരുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ഒരു കാറ്റഗറിയിൽ യു മൈറ്റ് ഹാവ് സം സോർട്ട് ഓഫ് ഡൗട്ട്സ്. ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ്, എക്സ്പെക്ടഡ് സാലറി, എനി ഡൗട്ട്സ്? ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു 10th മാത്രം മതി. ഏജ് ലിമിറ്റ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ കൂടുതലും വരുന്നത്? 35 to 40 ഏജ് ലിമിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഈ ആഫ്റ്റർ ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൗറീഷ്യസിൽ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? നമുക്കിത് എക്സ്റ്റെൻഡബിൾ വിസയാണ് വരുന്നത്, സ്റ്റുഡന്റ് എക്സ്റ്റെൻഡബിൾ വിസ. അതായത് ഇപ്പൊ നമുക്ക് 1 year ഡ്യൂറേഷൻ പ്രോഗ്രാം 1 year കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമില്ല. 1 year അപ് ടു 2 years വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുനടക്കും. ഇൻ ബിറ്റ്വീൻ ദ ടൈം നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് എത്തിപ്പെടാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് ഒബ്വിയസ്ലി ഒരു വിസിറ്റിംഗ് വിസയിൽ ഇപ്പോ പോയി വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രികൾ വളരെ ചുരുക്കം കൺട്രികളാണ് ഈ UAE. വേറെ കാര്യമായിട്ടുള്ള രാജ്യങ്ങളിലൊന്നും അത് പറ്റത്തില്ല. ബട്ട് ഒരു സ്റ്റുഡന്റ് വിസ ടു വർക്ക് വിസ ഇസ് പ്രാക്ടിക്കലി പോസിബിൾ. മൗറീഷ്യസ് ഈസ് വൺ ഓഫ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു വിസിറ്റിംഗ് വിസയിൽ പോയി ഒരിക്കലും അവർക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പറ്റത്തില്ല. ഹോസ്പിറ്റാലിറ്റിയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ് മൗറീഷ്യസ്. ഈവൺ ഇഫ് ഇല്ല ഇനി മൗറീഷ്യസിൽ കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിൽ പോലും ഇവർക്ക് കിട്ടുന്ന ഡിഗ്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ ഡ്യുവൽ ഡിഗ്രി. ഇറ്റ്സ് അക്രഡിറ്റഡ് ബൈ UK ആസ് വെൽ ആസ് മൗറീഷ്യസ്. സോ ദേ ക്യാൻ ട്രൈ ഫോർ എ ജോബ് ഫ്രം മൗറീഷ്യസ്. അതായത് ഇവർക്ക് പ്രോപ്പർ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതായിരുന്നു ഒരു പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വീണ്ടും വേണമെങ്കിൽ ശ്രമിച്ചാൽ ചെയ്യാം. പക്ഷെ ഒരു 35 വയസ്സായ ഒരാള് SSLC ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഇവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഡിപ്ലോമയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇസ് ലൈക്ക് വിൽ ഓഫ് ടു ഹിം. അപ്പൊ അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ പല സിനിമകളിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവർക്ക് പക്ഷെ പുറത്തു പോയാൽ അതിന്റെ അവസരമുണ്ട്. പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഏജ് ഒരു ബാരിക്കേഡ് അല്ല എഡ്യൂക്കേഷന്. ഇപ്പൊ 60-70 ആയ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ പ്രോഗ്രാംസ്. ബട്ട് ഇറ്റ്സ് ലൈക്ക് LLM അങ്ങനെയുള്ള പ്രോഗ്രാംസ്. PhD ഒക്കെ എടുക്കുന്നതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. MD എടുക്കുന്നതിന്, ഈ ഡോക്ടേഴ്സ് MD എടുക്കുന്നത് അതൊന്നും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ നേരെ മറിച്ച് ഒരു 21 ആയിട്ട് നമ്മൾ +1 +2 പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇത് തന്നെയാണ് ആക്ച്വലി നമ്മൾ പുറത്തു പോയാൽ ഓവർകം ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ 30-35 ചിലപ്പോൾ UK മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാൻ പ്ലാൻ ചെയ്യുക. നോർമലി പ്രോബബ്ലി ഇറ്റ് വോണ്ട് ബി എൻ ഇഷ്യൂ. ബട്ട് നമ്മുടെ നാട്ടിലാകുമ്പോൾ അത് കുറച്ചുകൂടെ ഓക്വേർഡ് ആണ്. നമുക്ക് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം സ്റ്റഡീസ് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ചില സമയത്ത് അക്രഡിറ്റേഷൻ പ്രോബ്ലം വരും, ചില നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ആസ് പെർ യുവർ വ്യൂസ്, ഹൗ യു ഫീൽ? അപ്പോ നിതീഷയ്ക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണ് ഇതിനകത്ത്? ഞാനിപ്പോ മൗറീഷ്യസിൽ വർക്ക് ചെയ്യാൻ പോവാണെങ്കിൽ എനിക്ക് അവിടെ വരുന്ന എക്സ്പെക്ടഡ് സാലറി, അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ്, വർക്ക് പെർമിറ്റ്, അതൊക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് ഇതിനകത്ത് ആസ് യൂഷ്വൽ എല്ലാ കൺട്രീസിലും ലീഗലി 20 hours per week. They can also work here 20 hours a week. നമുക്കൊരു സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50K ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു കൺവേർഷൻ ഞാൻ ഈസി ആയിട്ട് മനസ്സിലാവും. ബട്ട് കമ്പാരിറ്റീവ്ലി ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. ഒരു 5,000 to 10,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാം. നമ്മുടെ എക്സ്പെക്ടഡ് എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു UAE ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു 40K സേവിങ്സ് ആണ്. നമ്മൾ ചെന്നപ്പെടുന്നത് ഐദർ ഒരു വെയർ ഹൗസിലെ ലോഡിങ് അൺലോഡിങ് ജോബിലേക്കായിരിക്കും. ഇവിടെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ബിഗിനിങ് സ്റ്റേജ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, കരിയർ ബിഗിനിങ്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ജോലിക്ക് കയറി ഉടനെയുള്ള കാര്യമാണ്. നമുക്ക് എങ്കിലും ഒരു 40,000 നമുക്ക് ഇനീഷ്യൽ ലെവലിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോർമലി വരുന്നൊരു ഡൗട്ട് ഉണ്ട്, അതേസമയം ഇതേ സേവിങ്സിന് UAE പോയിക്കൂടെയാണ്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്മൾ UAEയിലേക്ക് ഒരു വെയർ ഹൗസിലേക്ക് വിത്തൗട്ട് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ പോയാൽ ലൈഫ് ലോങ് യു ഹാവ് ടു വർക്ക് ഇൻ ദാറ്റ് സെയിം സെക്ടർ. കാരണം നമുക്കൊരു പ്രോഗ്രഷൻ മാക്സിമം ഒരു സൂപ്പർവൈസർ ലെവലിലേക്ക് കയറാം. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അതിന് മേലേക്കുള്ള ഒരു പോസ്റ്റിംഗ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഒബിയസ്ലി ആരും അങ്ങനെ കൂടുതലായിട്ട് പ്രൊമോഷൻസ് വലിയ കാര്യമായിട്ട് UAE കൺട്രികളിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കിട്ടാൻ നല്ല പോകും. ക്വാളിഫിക്കേഷൻ ഉണ്ട്, സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പേ ഔട്ട് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് എൻറ്റയർലി ഡിഫറെന്റ് കാറ്റഗറിയാണ്. ക്വാളിഫിക്കേഷൻ, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. ഇപ്പൊ ഒരു UK എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വന്ന് UAE വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റാത്ത സാലറി മേടിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന കാറ്റഗറി ഒരു SSLC ബാക്ക്ഗ്രൗണ്ടിൽ UAE പോയി കഴിഞ്ഞ് കിട്ടുന്ന അതേ സാലറി തന്നെയാണ് ഇവർക്ക് മൗറീഷ്യസിൽ നമുക്ക് ഇതിന്റെ ബിഗിനിങ് സ്റ്റേജ് കിട്ടുന്നത് എങ്കിലും വിത്ത് ദ ക്വാളിഫിക്കേഷൻ ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രോഗ്രസ്. രണ്ട് രീതിയിൽ. ഒന്ന് കരിയർ വൈസ് പ്രോഗ്രഷൻ ബിക്കോസ് ഓഫ് ദ ക്വാളിഫിക്കേഷൻ. ഹോസ്പിറ്റാലിറ്റി ഒരു ഹെവി വർക്ക് ലോഡ് ഉള്ള പരിപാടിയല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. സെക്കൻഡറി, നമുക്ക് ഒരു നിന്നുപോയൊരു സാധനം വീണ്ടും തുടങ്ങിയെടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഇതിന്റെ കൂടെ ഇവർക്ക് ഇനി പാർട്ട് ടൈം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കാം. ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവർക്ക് പിന്നെയും പഠിക്കാം. ഇവർ SSLC ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഡ്യുവൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മൗറീഷ്യസ് നിന്ന് കിട്ടി. ഇനിയിപ്പോൾ മൗറീഷ്യസിൽ തന്നെ ഇതിന്റെ നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാം പാർട്ട് ടൈം ആയിട്ട് പഠിക്കാം. പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ ചെറിയ എക്സ്പെൻസിൽ പഠിക്കാം. കരിയർ പ്രോഗ്രഷൻ അനുസരിച്ച് ഇവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. ഒരു ബിഗിനിങ് മാത്രം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു U-ടേൺ മാത്രമേ നമ്മൾ എടുത്തു കൊടുക്കുന്നുള്ളൂ. ആ U-ടേണിൽ വീണ്ടും അവർക്ക് അവരുടെ പാസ്റ്റിലേക്ക് വന്ന് അവരുടെ കരിയർ വീണ്ടും ബിൽഡ് ചെയ്ത് പോകാം. അതിനനുസരിച്ച് കരിയറും സ്കില്ലും എഡ്യൂക്കേഷനും കയറി പോക്കോളും. അതാണ് അതിൻ്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ്. ലൈക്ക് സേ, ഇപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ 50K എന്ന് പറയുന്ന ഒരു റഫ് ഫിഗർ ആണ്. നല്ല സ്കില്ലുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഇത് ഒരിക്കലും ഒരാൾക്കും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. കാൻഡിഡേറ്റിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ആസ് ഓൾ യു നോ, ഐ എം ട്രെയിനർ. പക്ഷെ ഞാൻ എപ്പോഴും എന്റെ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് പറയുന്ന കാര്യം, എനിക്ക് ട്രെയിനിങ് തരാൻ പറ്റും, പക്ഷെ പഠിക്കുന്നത് നിങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കൊരു കാൻഡിഡേറ്റിന് എത്ര വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം, അൺലിമിറ്റഡ് ട്രെയിനിങ് കൊടുക്കാം, നോ വറീസ്. പക്ഷെ കാൻഡിഡേറ്റിനും ഇൻപുട്ട് ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രൂസ് ഷിപ്പിൽ കയറി കഴിഞ്ഞ് ഈ കാണുന്ന സാലറി എൻറ്റയർലി ഡിഫറെന്റ് ആയി. ബിക്കോസ് ദേ വിൽ ബി ഗോയിങ് അറൌണ്ട് ഓൾ ദ ഗ്ലോബ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം. ഈ ഒരു ചെറിയ ക്വാളിഫിക്കേഷൻ മതി, ചെറിയൊരു ജോലിയും മതി. ഏത് കൺട്രിയിൽ എന്ന് ഇറങ്ങി കഴിഞ്ഞാലും അവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വിസയും കിട്ടും. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഞാൻ ലേറ്റർ ഓൺ നെക്സ്റ്റ് സെഷനിൽ നമ്മളൊക്കെ കവർ ചെയ്യാം. വാട്ട് അബൌട്ട് കിരൺ? സാർ, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ പ്രോഗ്രാം മൗറീഷ്യസിൽ തന്നെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് എനിക്കറിയേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ബാക്കി കൺട്രികളിൽ ഒന്നും ചെയ്യാതെ മൗറീഷ്യസിൽ പോയി ചെയ്യുമ്പോൾ ബെനിഫിറ്റ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, അതേപോലത്തെ കുഞ്ഞു കുഞ്ഞൻ ഐലൻഡ്സ് ഒത്തിരി ഉണ്ട്. മാൾട്ട അതിൽ വൺ ഓഫ് ദ പ്രൈം ഡെസ്റ്റിനേഷൻ ആണ്. മൗറീഷ്യസ് പോലെ തന്നെ ഒരു കുഞ്ഞൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഐലൻഡ് ആണ്. മൗറീഷ്യസും അതേപോലെ തന്നെയാണ്. ഇപ്പോ മാൾട്ടേനായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഈസി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കൺട്രീസ് ആണ്. മാൾട്ട ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സ്ഥലമാണ്. ഈ പ്രോഗ്രാം ഇപ്പൊ ഇവർക്ക് മാൾട്ടയിൽ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൾട്ട യൂറോപ്യൻ യൂണിയന്റെ അണ്ടറിലാണ്. വിസ റെഫ്യൂസലിന്റെ പ്രശ്നം വരുന്നുണ്ട്. രണ്ട് സ്ഥലത്തു നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. പക്ഷെ മിനിമം ക്വാളിഫിക്കേഷൻ നമുക്കൊരു +2 എങ്കിലും ഇല്ലാതെ മാൾട്ടയ്ക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈവൻ ഇഫ് കോളേജ് അഡ്മിഷൻ വന്നാലും വിസ റെഫ്യൂസലിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് മാൾട്ട. കുറച്ചുകൂടെ എന്നാണ്, ഒത്തിരി അല്ല, ഒരു 2 lakhs. ഇപ്പൊ നമ്മള് ഇതിനെ നമുക്ക് വരുന്ന ഒരു എക്സ്പെക്ടഡ് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് നമ്മൾ കണക്കൂട്ടുമ്പോൾ അവർക്ക് 2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫാമിലിക്ക് 20 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ടാവും. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കര പിടിക്കാൻ വേണ്ടി പറ്റിക്കപ്പെട്ടവരായിരിക്കാം പലരും, പല ജോബ് ഓഫറിലൊക്കെ ചെന്നപ്പെട്ടിട്ട്. അപ്പോൾ ഇവരുടെ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആണ്. ഐ റിയലി റെസ്പെക്ട് ആൻഡ് വാല്യൂ ദാറ്റ് എമൗണ്ട്. അതൊരു പോയിന്റ് ആണ്. അപ്പൊ ഒരു 4 ലക്ഷം രൂപ ചെലവിന്റെ വയസ്സ്. പിന്നെ സെക്കൻഡറി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മോൾട്ടയിലാണെന്നുണ്ടെങ്കിൽ എന്നാ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു SSLC ക്വാളിഫിക്കേഷൻ വെച്ച് ഈ പ്രോഗ്രാമിനെ ബസ് ചെയ്യാൻ പറ്റില്ല. 2 സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്നാന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. ഇപ്പൊ ഇവിടെ 2 സ്ഥലങ്ങളിലും വരുന്ന ടൈപ്പ് ഓഫ് ക്രൗഡ് ഗ്ലോബൽ ലെവൽ ക്രൗഡ് ആണ്. ഇപ്പോ ഗ്ലോബൽ ലെവൽ ക്രൗഡ് വരുമ്പോൾ എന്താ ബെനിഫിറ്റ്? കുറെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർ വരും, കുറെ ജർമ്മനി സംസാരിക്കുന്ന ആൾക്കാർ വരും, കുറെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വരും, കുറെ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ വരും. അപ്പൊ ഒബിയസ്ലി നമ്മൾ 2 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞില്ലെങ്കിലും പറയാനും കേൾക്കാനും നമ്മൾ പഠിക്കും. കേട്ടാൽ മനസ്സിലാവും, പറയാനും പഠിക്കും. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യതകളുടെ അളവ് കുറച്ചല്ല, ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും എറണാകുളം ഡിസ്ട്രിക്റ്റുകാർ. വി നോ ദാറ്റ് ഇപ്പൊ ഫോട്ടോജി പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഗൈഡ് വളരെ രസമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ആള് IELTS കോച്ചിങ് എടുത്തൊന്നുമല്ല, ആളീ ഫോറിനേഴ്സിനായിട്ട് വർത്തമാനം കൊണ്ട് പഠിച്ച. ജർമ്മനും ഫ്രഞ്ചും പറയുന്ന ഒത്തിരി ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്, ഒത്തിരി ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവരാരും ക്ലാസ്സിന് പോയി പഠിച്ചതല്ല, ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിച്ച. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകയറും. പിന്നെ അഡീഷണൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇതിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, അതിനൊപ്പം തന്നെ ഒരു ലാംഗ്വേജ് കൂടി ഉണ്ട്. ദാറ്റ് ഇസ് എ പ്രൈം തിങ് വൈ യു ചൂസ് മൗറീഷ്യസ്. ഇറ്റ്സ് ഫ്രഞ്ച്. ഫ്രഞ്ച് പഠിച്ച എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവർക്ക് ഫ്രാൻസിൽ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്ന് അപ്ലൈ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഫ്രാൻസ്? യൂറോപ്യൻ യൂണിയൻ. Then they are going into the European Union. ഫ്രാൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അഗെയിൻ ഇവർക്ക് ഒന്നുകൂടെ കിട്ടുന്ന എക്സ്പോഷർ, അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ആദ്യം ക്വാളിഫിക്കേഷൻ ആയി, മൗറീഷ്യസിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ എക്സ്പീരിയൻസ് ആയി, അത് കഴിഞ്ഞാൽ ഫ്രഞ്ചോ മറ്റേതെങ്കിലും ലാംഗ്വേജ് ഇതിന്റെ കൂടെ പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. കാരണം ഇവര് ഹോസ്പിറ്റാലിറ്റിയിലാണ്, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി നമ്മൾ പഠിക്കും. അത് നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് പെട്ടാലും, അത് എസ്പെഷ്യലി ആ ഒരു കാര്യത്തിൽ മലയാളികൾക്ക് നല്ല കഴിവുണ്ട്. നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ ഭാഷ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഷ നമ്മൾ പഠിക്കും. ബട്ട് ഇവിടെ നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കാൻ പറ്റില്ല, നമ്മൾ അവരുടെ ഭാഷ പഠിക്കും. ബിക്കോസ് വി ആർ വർക്കിംഗ്. അപ്പൊ ഈ ലാംഗ്വേജ് എക്സ്പോഷർ കിട്ടുമ്പോൾ ഇതിൽ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഫ്ലുവൻസി ഓഫ് ഇംഗ്ലീഷ് കയറുന്തോറും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ദെൻ സെക്കൻഡറി ഫ്രഞ്ച്. ഇത് രണ്ടും അവിടുത്തെ കോമൺലി സ്പീക്കിംഗ് ലാംഗ്വേജസ് ആണ്. ഇത് രണ്ടും കൂടാതെ ബാക്കി വരുന്ന ആൾക്കാരുടെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലും ഇവർക്കൊരു ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ലേ വീണ്ടും അഗെയിൻ ദ സെയിം തിങ് ഈസ് ദാറ്റ് വി ആർ മേക്കിംഗ് എ ഡോർ ഓപ്പൺ ടു ദം വിച്ച് സംഹൗ ക്ലോസ്ഡ് ഇൻ ദർ പാസ്റ്റ്. അതായത് അവർ അടഞ്ഞു പോയൊരു വാതിൽ നമ്മൾ വീണ്ടും തുറന്നു കൊടുക്കുന്നു. നമുക്ക് ആ വാതിൽ തുറന്നു കൊടുക്കാനേ പറ്റുള്ളൂ. പരിശ്രമം അനുസരിച്ച് തന്നെ ചെയ്യണം. നമ്മൾ ഇവിടുന്ന് വിട്ടു, അവിടെ പോയി നന്നായി പഠിക്കണം. ദെൻ വേണ്ട നമ്മൾ പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളും ഫോളോ ചെയ്ത് പോയി അവിടുന്ന് ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട്. ഇപ്പൊ എനിക്ക് മെയിൻലി പുറത്തു പോകുന്ന എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടുമാറി പുറത്തു പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളും കുറെ ചലഞ്ചസും ഉണ്ട്. ചലഞ്ചസ് ഇല്ലാതിരിക്കില്ല. ബിക്കോസ് ഞാൻ UAE പോയ സമയത്ത് ഞാൻ ശരിക്കും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. അപ്പൊ ഒബ്വിയസ്ലി ഏതൊരു പ്രവാസി ആദ്യത്തെ കുറച്ച് സമയം സ്ട്രഗിൾസിലൂടെ തന്നെ പോവുള്ളൂ. ലാംഗ്വേജ് ഒരു ബാരിക്കേഡ് ഉണ്ടാവാം, ക്ലൈമറ്റ് ഒരു ബാരിക്കേഡ് ഉണ്ടാവും, കൾച്ചറൽ ഡിഫറൻസ്, ഫുഡ്, എവറിഥിങ്. ബട്ട് ഇഫ് യു റിയലി നീഡ് ടു ഡു, വി ക്യാൻ ഡു ഇറ്റ്. അത് ദ എക്സ്ട്രീം ഒരു 2-3 മന്ത്സിലെ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രേറ്റ് ഓപ്പണിംഗ് അഗെയിൻ. നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പോകണം എന്നുള്ളൊരു വാശിയിൽ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. താങ്ക് യു.